ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ നാളെ ലാസ്റ്റ് ക്ലാസ്സിൽ, അതായത് വെക്കേഷന് മുന്നേ എടുത്തു നിർത്തിയത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ കുറിച്ചുള്ളൊരു ക്ലാസ് ആയിരുന്നു. ആ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിലെ ക്ലോഷർ ഫങ്ഷൻ ഡിപ്പെൻഡൻസി വരെയാണ് നമ്മൾ പറഞ്ഞത്. അതിന് ശേഷമുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡീകമ്പോസിഷൻ എന്നുള്ളത്. എന്താണ് ഡീകമ്പോസിഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡീകമ്പോസിഷനിലുള്ള രണ്ട് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷണൽ സ്കീമിനെ നമ്മൾ രണ്ടോ അതിലധികമോ റിലേഷൻ സ്കീമായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ആ ഡിവൈഡ് ചെയ്ത് എഴുതുന്ന റിലേഷൻ സ്കീമിലുള്ള ഓരോ റിലേഷൻ സ്കീമുള്ള ആട്രിബ്യൂട്ട്സിൽ ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് ഒറിജിനലുമായിട്ട് എന്തായിരിക്കാം യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണം. അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ നള്ളാവരുത്. ഓക്കെ, യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ സബ്സെറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിയൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടണം. അതായത് നമ്മുടെ ഒറിജിനൽ റിലേഷൻ്റെ റിസൾട്ട് കിട്ടണം. അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നൾ വാല്യൂ നമുക്ക് കിട്ടണം. ഇങ്ങനെ രണ്ട് പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. ഇനി ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒന്ന് ലോസ്ലെസ് ജോയിൻ എന്നുള്ള പ്രോപ്പർട്ടിയും ഒന്ന് പ്രിസർവിങ് ഡീകമ്പോസിഷൻ എന്നുള്ള പ്രോപ്പർട്ടിയാണ്. എന്താണെന്ന് നോക്കാം. ലോസി ജോയിൻ, ലോസ്ലെസ് ജോയിൻ എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് തരത്തിൽ നമ്മൾ പറയും. അതിൽ നമ്മൾ ലോസ്ലെസ് ജോയിൻ ആണ് പഠിക്കാൻ പോകുന്നത്. ലോസ്ലെസ് ജോയിനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ R1 ജോയിൻ R2 ഈസ് ഈക്വൽ ടു R എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുക. അതിൽ നമ്മളിപ്പോൾ നോക്കുമ്പം എങ്ങനെ ഒരു ലോസ്ലെസ് ജോയിൻ നമുക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കണ്ടീഷൻ പറയണത് യൂണിയൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ഓഫ് R1 ആൻഡ് R2 മസ്റ്റ് ബി ഈക്വൽ ടു ദി ആട്രിബ്യൂട്ട് ഓഫ് R എന്നുള്ള റിലേഷനിലുള്ള ആട്രിബ്യൂട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം. R1ഉം R2ഉം നമ്മൾ യൂണിയൻ ചെയ്യുമ്പോൾ R എന്നുള്ള റിലേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ഒരു ലോസ്ലെസ് ജോയിൻ ആണെന്ന് പറയാം. ഓക്കെ, ഈ യൂണിയൻ ഓരോ ആറിനകത്തുള്ള ഈച്ച് ആട്രിബ്യൂട്ട് ഓഫ് R മസ്റ്റ് ബി ഐദർ ഇൻ R1 ഓർ R2, ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി. ഓക്കെ, അതിൻ്റെ എന്താ പറയുക, നമ്മൾ ആ സെറ്റ് ഫോമിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ്. ആട്രിബ്യൂട്ട് ഓഫ് R1 യൂണിയൻ ആട്രിബ്യൂട്ട് ഓഫ് R2 ഈസ് ഈക്വൽ ടു ആട്രിബ്യൂട്ട് ഓഫ് R1ൽ 1 2 3 എന്ന നമ്പേഴ്സ് ഉണ്ട്. R2ൽ 3 4 6 എന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ Rൽ 1 2 3 4 5 6 എന്ന നമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ ഇതിൽ രണ്ടിലും ഉള്ളത് ഈ R1ലുള്ള എന്തെങ്കിലും ഒന്നും Rലുണ്ടായിരിക്കണം, R2ലുള്ള എന്തെങ്കിലും ഒന്നും Rലുണ്ടായിരിക്കണം. രണ്ടും കൂടെ യൂണിയൻ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരിക്കണം? Rലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കതിനെ പ്രോപ്പറായിട്ട് ഒരു ലോസ്ലെസ് ജോയിൻ ഡീകമ്പോസിഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട് ഓഫ് R1 ആൻഡ് R2 മസ്റ്റ് നോട്ട് ബി നൾ. അത് നള്ളാവാൻ പാടില്ല. അതായത് ആട്രിബ്യൂട്ട് ഓഫ് R1 ഇൻ്റർസെക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട് ഓഫ് R2 എന്ന് പറയുന്നത് ഒരിക്കലും നള്ളാവാൻ പാടില്ല. അതാണ് നോട്ട് ഈക്വൽ ടു നൾ എന്ന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ അടുത്തത് പറയുന്നത് അതിലേതെങ്കിലും ഒന്ന് കീ ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. കോമൺ ആട്രിബ്യൂട്ട് മസ്റ്റ് ബി എ കീ ഫോർ അറ്റ്ലീസ്റ്റ് വൺ റിലേഷൻ. ഏതെങ്കിലും റിലേഷന് നമ്മളത് കോമൺ ഒരു കീ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആട്രിബ്യൂട്ട് ഓഫ് R1 ഇൻ്റർസെക്ഷൻ ആട്രിബ്യൂട്ട് ഓഫ് R2ൽ ഫങ്ഷണലി ഡിപ്പെൻഡ് ടു ആട്രിബ്യൂട്ട് ഓഫ് R1 ഓർ R2. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എക്സാമ്പിളിൽ ആ ഒരു റിലേഷനിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ABCD എന്നുള്ള റിലേഷനിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. അതിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് A ഡിപ്പെൻഡൻറ്റ് ടു BC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ R1 എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മളതിനെ ഡീകമ്പോസ് ചെയ്ത് രണ്ടോ അതിലധികമോ ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ അതിലൂടെ രണ്ടെണ്ണം ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ R1 എന്ന് പറയുന്നത് ABCയും R2 എന്ന് പറയുന്നത് ADയുമാണ്. ഇത് ലോസ്ലെസ് ജോയിൻ ഡീകമ്പോസിഷൻ ആണ് എന്ന് എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആട്രിബ്യൂട്ട് ഓഫ് R1 യൂണിയൻ ആട്രിബ്യൂട്ട് ഓഫ് R2
എന്ന് പറഞ്ഞിട്ടുണ്ട്. ആട്രിബ്യൂട്ട് ഓഫ് R1 എന്ന് പറയുന്നത് ABCയും ആട്രിബ്യൂട്ട് ഓഫ് R2 എന്ന് പറയുന്നത് ADയുമാണ്. അത് രണ്ടും കൂടെ യൂണിയൻ ചെയ്ത് എഴുതുമ്പോൾ ABCD കിട്ടും. അതായത് ആട്രിബ്യൂട്ട് ഓഫ് R നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് എന്താണ്, നമുക്ക് ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ നള്ള് വരാൻ പാടില്ല എന്നുള്ളതാണ്. ആട്രിബ്യൂട്ട് ഓഫ് R1 ഇൻ്റർസെക്ഷൻ ആട്രിബ്യൂട്ട് ഓഫ് R2 ചെയ്യുമ്പോൾ നമുക്ക് നൾ വാല്യൂ അല്ല കിട്ടുക, ഉറപ്പായിട്ടും A എന്നുള്ളതാണ് റിസൾട്ട് കിട്ടുക. തേർഡ് വൺ പറഞ്ഞത് ആട്രിബ്യൂട്ട് ഓഫ് R1 ഇൻ്റർസെക്ഷൻ R2 ചെയ്യുമ്പോൾ A എന്നുള്ളൊരു നമുക്ക് കീ വാല്യൂ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കാരണം കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാണ്, A ആണ്. അപ്പോൾ അതിനെ നമ്മൾ കീ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ A ഡിപ്പെൻഡൻറ്റ് BC എന്ന് പറയുന്നതിന് നമുക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് ആ എക്സാമ്പിളിനെ നമുക്ക് ലോസ്ലെസ് ജോയിൻ ഡീകമ്പോസിഷൻ എന്ന് പറയാം. ഇനി എന്താണ് പ്രിസർവിങ് ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞു ഞാൻ നോക്കാം. ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ ഒരു റിലേഷനിൽ നമ്മൾ R1 R2 എന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ R എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ R1 ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ R2 ഉണ്ടായിരിക്കണം. രണ്ടിലും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. R1 അല്ലെങ്കിൽ R2നായിട്ട് റിലേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ റിലേഷൻ ABCD എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ കൊടുത്തിരിക്കുന്നത് A ഡിപ്പെൻഡൻറ്റ് BC എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ R1-ൽ ABCയും R2-ൽ ADയും ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ടാണ് പ്രിസർവിങ് എന്ന് പറയാൻ കാരണം വെച്ചാൽ A ഡിപ്പെൻഡൻറ്റ് BC എന്ന് പറഞ്ഞിരിക്കുന്നത് R1 എന്ന റിലേഷനിൽ മാത്രമുള്ളതാണ് അല്ലേ. ABC അത് R1 എന്ന റിലേഷനിൽ മാത്രമേ ഉള്ളൂ, ആ പാർട്ടിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് പറയാം, ഒരു പ്രിസർവേഷൻ, ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി പ്രിസർവിങ് ഡീകമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. R എന്നുള്ള റിലേഷനിൽ ABCD കൊടുത്തിട്ടുണ്ട്. അത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് പറഞ്ഞിരിക്കുന്നത് A ഡിപ്പെൻഡൻറ്റ് B, C ഡിപ്പെൻഡൻറ്റ് D. അതിൽ രണ്ട് റിലേഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. R1 ഓഫ് ABയും R2 ഓഫ് CDയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ ഇത് ലോസ്ലെസ് ജോയിൻ ആണോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി പ്രിസർവിങ് ആണോ, അത് രണ്ടുമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും ആണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എന്താണ്, രണ്ടും കൂടെ യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് R എന്ന റിലേഷൻ കിട്ടണം. R1 യൂണിയൻ R2 ചെയ്യുമ്പോൾ ABCD കിട്ടും. അപ്പോൾ അത് ലോസ്ലെസ് ജോയിന് ഒരു എക്സാമ്പിളായി. ഇനി അടുത്ത എന്താണ്, രണ്ടും കൂടെ ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ നള്ള് കിട്ടാൻ പാടില്ല. AB ഇൻ്റർസെക്ഷൻ CD ചെയ്താൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പോൾ ആൻസർ എന്താണ്, നള്ളാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ റൂള് ഫ്ലോപ്പായി. മൂന്നാമത്തെ റൂൾ എന്താണ്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു കോമൺ കീ കിട്ടണം. ഇതിന് രണ്ടും കൂടെ ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ കോമൺ ആയിട്ടൊരു വാല്യൂ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോമൺ ആയിട്ട് നമുക്കൊരു കീ കിട്ടില്ല. അപ്പോൾ മൂന്നാമത്തെ റൂളും ഫ്ലോപ്പായി. അപ്പോൾ ഉറപ്പായിട്ടും ഇതെന്താണ്, ലോസ്ലെസ് ജോയിൻ ഡീകമ്പോസിഷൻ അല്ല. ഇനി അടുത്തത് പ്രിസർവേഷൻ ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ ആണോ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് R1 ആയിട്ടോ R2 ആയിട്ടോ ബന്ധം ഉണ്ടായാൽ മതി, രണ്ടുമായിട്ട് ബന്ധം വേണം. അപ്പോൾ A ഡിപ്പെൻഡൻറ്റ് B എന്ന് പറയുന്നത് R1 ആയിട്ട് ബന്ധമുണ്ട്, C ഡിപ്പെൻഡൻറ്റ് D എന്ന് പറയുന്നത് R2 ആയിട്ട് ബന്ധമുണ്ട്. രണ്ടുമായിട്ട് സെപ്പറേറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം, ഡിപ്പെൻഡൻസി പ്രിസർവിങ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുന്നത് ആൻസർ C ആയിരിക്കും വരിക, ഡിപ്പെൻഡൻസി പ്രിസർവിങ് ബട്ട് നോട്ട് ലോസ്ലെസ് ജോയിൻ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഡീകമ്പോസിഷൻ്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സെക്ഷനൊക്കെ നമ്മൾ ആദ്യം പഠിച്ചു, ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ ഫസ്റ്റ് സെക്ഷൻസ് നമ്മൾ വെക്കേഷന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മളിപ്പോൾ ഡീകമ്പോസിഷൻ എന്നുള്ള സെക്ഷനാണ് പഠിച്ചത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്ലീസ് മെസ്സേജ് ചെയ്യുക, ഞാനൊന്നും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ